ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വേദന വിക്രം രക്ഷിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും വാസവനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ വിക്രത്തിന് മനസ്സിലാവേണ്ടത്. എന്തായാലും ആ കുറ്റം നമ്മുടെ വിക്രത്തിൻ്റെ തലയിൽ വരുന്നുണ്ട്. വിക്രം കാരണമാണ് ഈ വീടൊക്കെ ഇങ്ങനെ നശിച്ചതെന്നൊക്കെ പറഞ്ഞ് സുധാകരൻ മാഷ് അവൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. വാസവൻ വന്ന് ഓരോന്ന് പറയുന്ന സമയത്ത് വിക്രം കയറി അവനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ വേദ തടയുന്നുണ്ട്. വിക്രം മനസ്സിൽ വിചാരിക്കേണ്ടത് താൻ കാരണമല്ല ഈ വീടൊക്കെ ഇങ്ങനെ നശിച്ചതെന്ന് വിചാരിച്ചിട്ട് അവൻ ഒരാളെയൊക്കെ കൊണ്ടുവന്ന് നേരേക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് പറയേണ്ട, നീ ഈ വീടുമിൽ തൊട്ട് പോരുത്, ഈ വീട് നീ എനിക്ക് തന്നൊരു സ്മാരകമെന്ന് ഞാൻ വിചാരിച്ചോളാം, ഈ വീടുമിൽ നീ ഇനി ഒരിക്കലും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിനാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. അപ്പോൾ വേദ വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അച്ഛനും മകനും ഇങ്ങനെ അകലാനുള്ള കാരണം, എന്തായാലും നമ്മളിത് കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചു. അവൾ ശ്രീജയെടുത്തിയോട് ഇവർ തമ്മിൽ അകലാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട. ആ സമയത്താണ് നമ്മുടെ ശ്രീജയെടുത്തി എല്ലാ കഥകളും അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനും മകനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു, അവർ നല്ല സന്തോഷപൂർവ്വം കഴിയായിരുന്നു. അവർ തമ്മിൽ ഇങ്ങനെ വേറെ ഏതൊരു അച്ഛനും മകനും തമ്മിൽ ഇങ്ങനെ അടുത്തിട്ടുണ്ടാവില്ല, അത്രയും നല്ല അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞാൽ അവർ അച്ഛനും മകനല്ലായിരുന്നു, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായിട്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്, ഇങ്ങനെയും കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീജയെടുത്തി വീണ്ടും പറയുന്നുണ്ട്, ആ സമയത്താണ് വേദയെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, കല്യാണം കഴിഞ്ഞ് കയറി വന്ന് ഇവരുടെ ബന്ധം കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അത്രയും സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത്. അച്ഛൻ ഏത് നേരം കോളേജിലേക്ക് മകനെ സൈക്കിളിൽ കൊണ്ടുപോയാക്കലും പഠിക്കുന്ന സമയത്ത് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കലും, അവന് ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന അവനൊരു കളക്ടർ ആവണമെന്ന്. അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ രാവ് പകൽ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ സന്തോഷപൂർവ്വം കഴിയായിരുന്നു. അങ്ങനെ സന്തോഷപൂർവ്വം കഴിയുന്ന സമയത്താണ് അവൻ അങ്ങനെ പരീക്ഷ ദിവസം എത്തി, അവന് കളക്ടർ ആവാനുള്ള പരീക്ഷ ദിവസം എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ അവനെ സൈക്കിളിലൊക്കെ കൊണ്ടാക്കി ഒക്കെ നേരെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. ആ പോയ സമയത്താണ് അവൻ്റെ ബാഗിൽ ആരോ അറിയാതെ മയക്കമരുന്ന് വെച്ചു. ഇവനാണ് തെറ്റിദ്ധരിച്ചിട്ട് ആകെ കോളേജിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി, ഇവനെ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാതായി. അങ്ങനെ പോലീസൊക്കെ വന്ന് ആകെ അറസ്റ്റ് ചെയ്ത് സുധാകരൻ മാഷിനെയൊക്കെ ആകെ ഉന്തിയിട്ട് തലമണ്ടയിലൊക്കെ മുറിയായി. അങ്ങനെ അച്ഛൻ തെറ്റിദ്ധരിച്ച് ഇവൻ കോളേജിൽ മയക്കമരുന്നിൻ്റെ കച്ചവടം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവനെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ കോടതി ഇവനെ 7 കൊല്ലം ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛനും മകനും ശത്രുവായി. എന്തായാലും ഇതാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ വേദോട് ശ്രീജയെടുത്തി കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.